SDPI പിന്തുണയ്ക്കുന്നു, പരസ്യമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതേപോലെ SDPI പിന്തുണച്ചു. ആ സമയത്ത് VD സതീശൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു, ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട. ഇന്ന് ആവർത്തിച്ച് ചോദിക്കുന്നു, SDPIയുടെ പിന്തുണ അതുപോലെ നിങ്ങൾ തള്ളിക്കളയോ? അങ്ങനെ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് പാലക്കാട് SDPIയുടെ പിന്തുണ നിങ്ങൾ വാങ്ങിക്കുന്നത്? ഞങ്ങൾ എന്തായാലും SDPIയുടെ പിന്തുണ വാങ്ങിച്ചതായിട്ട് എന്റെ അറിവിലില്ല. ഈ നിമിഷം വരെ, ഈ ചർച്ച തുടങ്ങുന്നതിന് മുന്നേ വരെ ഞാൻ ചാനൽ കണ്ടിട്ട് വന്നതാണ്. ഞങ്ങളാരും പിന്തുണ ചോദിച്ചു പോയിട്ടില്ല. ഞങ്ങളാരും ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ് ആയിക്കോട്ടെ. ഞങ്ങളാരും പിന്തുണ ചോദിച്ചു പോയിട്ടില്ല. ഞങ്ങളൊരു വർഗീയവാദിയുടെ വോട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്കൊരു വർഗീയവാദിയുടെ വോട്ടും വേണ്ട. ഞങ്ങളൊരു സന്ദീപ് വാര്യര് പോയതിന് SDPIയുടെ പിന്തുണ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ സന്ദീപ് വാര്യര് SDPIയോടൊപ്പമാണെന്നൊക്കെ അങ്ങനെയല്ല പ്രശാന്ത് യുവമോർച്ചക്കാരനെ സാറ് പറയുമ്പോ ഞാൻ അപ്പോ ഞങ്ങളൊരു വർഗീയവാദിയുടെയും പിന്തുണ ഇവിടെ അഭ്യർത്ഥിച്ചിട്ടില്ല. ഞങ്ങളൊരു വർഗീയവാദികളുമായി ഇവിടെ വോട്ട് ചർച്ചയ്ക്ക് പോയിട്ടില്ല. അങ്ങനെയൊക്കെ പോയവര് അത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വം കൊടുക്കുന്ന ADGPമാര് RSSന്റെ ആചാര്യന്മാരുമായി രഹസ്യ ബാന്ധവമുണ്ടാക്കി. RSSന്റെ ആചാര്യൻ ശ്രീ N എന്ന് പറയുന്ന മനുഷ്യനുമായി അദ്ദേഹവുമായി ഇവർ രഹസ്യ ബാന്ധവമുണ്ടാക്കി. അതിന്റെ പേരിലൊക്കെ ഇവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. കാരണം ഈ പാലക്കാട് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ കൊടുത്തിരിക്കുന്നു വോട്ടർമാർക്ക്. നിങ്ങൾ നിങ്ങളുടെ അവസരത്തിൽ നമ്മൾ പ്രേക്ഷകര് കാണല്ലേ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ ഇവിടെ ഒരു വർഗീയവാദിയുടെ വോട്ടും മേടിച്ചിട്ടില്ല. പിന്നെ അതൊക്കെ ചെയ്തേക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾക്കിപ്പോ രണ്ടുപേർക്കും ഒരേ വാദമാണ്. സുരേന്ദ്രനും ഗോവിന്ദനും ഒരേ വാദമാണ്. പിണറായി വിജയനും V മുരളീധരനും ഒരേ വാദമാണ്. പൊട്ടിപ്പോയി. പറയട്ടെ, പാലക്കാട് KPMൽ ഗണേഷ് ഏതാ, നികേഷ് ഏതാ മനസ്സിലാവുന്നില്ല. പ്രശാന്ത് ഏതാ, സനോജ് ഏതാ മനസ്സിലാവുന്നില്ല. VV രാജേഷ് ഏതാ, TV രാജേഷ് ഏതാ. അതിന്റെ ഇടയിൽ എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഭിലാഷിനോട് ചോദിക്കും, ഇവരെന്നാ KPM ഹോട്ടലിൽ ഇപ്പൊ എന്നിട്ട് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി കോൺഗ്രസ്സുകാരെന്ന രഹസ്യ വിവരമാണെന്ന്, കോൺഗ്രസ്സുകാരെന്ന രഹസ്യ വിവരമാണെങ്കിൽ പോലീസിനെ അവിടെ പിടിപ്പിക്കണ്ടേ? അല്ലാതെ നിങ്ങൾ രണ്ടുപേരും വീണ്ടും